ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 80,000-ത്തിനും അപ്പുറം സ്പീഷീസ് ഉള്ള ഒരു വലിയ ഫൈലമാണ്. അപ്പോൾ അവരുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും കുറച്ചൊരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ആർത്രോപോഡയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഞാൻ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അത് MG യൂണിവേഴ്സിറ്റിയിലെ BSc ബോട്ടണി സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ കുറച്ച് നോൺ കോഡേറ്റ്സ് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ആ പോർഷനിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പാറ്റേണാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം സുവോളജി കുട്ടികൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേർഷനുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ പുതിയൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സിലബസിലുള്ളത്. അപ്പോൾ ഇത് ബോട്ടണി കുട്ടികൾക്കുള്ള ക്ലാസിഫിക്കേഷൻ്റെ വീഡിയോ ആണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ആർത്രോപോഡ. അപ്പോൾ ആദ്യം തന്നെ ഫൈലം ആർത്രോപോഡയുടെ സെയിലിൻ ഫീച്ചേഴ്സ് കാണുക, അതിനുശേഷം ഈ വീഡിയോയിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫൈലം ആർത്രോപോഡയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫൈലം ആർത്രോപോഡ മെയിൻലി ഒരു 3 സബ് ഫൈലമായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 സബ് ഫൈലം? സബ് ഫൈലം ട്രൈലോബൈറ്റ, സബ് ഫൈലം ചെലിസറേറ്റ, സബ് ഫൈലം മാൻഡിബുലേറ്റ. ഒരു ആർത്രോപോഡ ഫൈലം ആർത്രോപോഡയുടെ സൈലിൻ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിലും അതല്ല ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിലും ചോദ്യമായിട്ട് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എപ്പോഴും ഏതൊരു ഫൈലത്തിൻ്റെ സൈലിൻ ഫീച്ചേഴ്സ് എഴുതുമ്പോഴും അവസാനം ഇതുപോലൊരു ഫ്ലോ ചാർട്ടിൽ അവർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലെ എക്സാമ്പിൾസ് വെച്ച് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ്. അത് വരുന്നതനുസരിച്ച് മുറയ്ക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫൈലം ആർത്രോപോഡയുടെ 3 സബ് ഫൈലങ്ങളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രൈലോബൈറ്റ, ചെലിസറേറ്റ ആൻഡ് മാൻഡിബുലേറ്റ. അതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് സബ് ഫൈലം ട്രൈലോബൈറ്റനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം. സബ് ഫൈലം ട്രൈലോബൈറ്റ. സബ് ഫൈലം ട്രൈലോബൈറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഈ കുറച്ച് ആനിമൽസ്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഒരു 10 ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു സബ് ഫൈലം എന്ന് പറയുമ്പോൾ നമ്മൾ സബ് ഫൈലം വെർട്ടിബ്രേറ്റയിലാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉള്ളത്. അപ്പോൾ അതുപോലൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ഈ സബ് ഫൈലം ട്രൈലോബൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സബ് ഫൈലം ട്രൈലോബൈറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ്? ആദ്യത്തെ ഇമ്പോർട്ടൻസ്, ദേ ആർ എക്സ്റ്റിങ്ക്റ്റ് ഓർഗാനിസം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രൈലോബൈറ്റിനെ കാണണമെങ്കിൽ കാണാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ ഫോസിലേ കാണാൻ പറ്റില്ല. ജീവനുള്ള ഒരു ട്രൈലോബൈറ്റിനെ കാണാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ എക്സ്റ്റിങ്ക്റ്റ്. ഇവർ ആക്ച്വലി ദേ വെർ ആക്ച്വലി പ്രസൻറ്റ് ഡ്യൂറിങ് ദി കേംബ്രിയൻ പീരീഡ്. ഏറ്റവും ആദ്യം ഉണ്ടായ ആർത്രോപോഡ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടായ കേംബ്രിയൻ പീരീഡിലായിരുന്നു ആർത്രോപോഡ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായ ആർത്രോപോഡ്സ് ആണ് ഇവർ. Now these arthropods were highly successful and they were successfully inhabiting the earth for about 270 million years. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 270 million years. നമുക്കങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചെറിയ നമ്പർ മാത്രമാണ്. ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യർ ഈ ലോകത്ത് വന്നിട്ട് വെറും 2 മില്യൺ ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, 270 മില്യൺ ഇയേഴ്സ് സക്സസ്ഫുള്ളി ജീവിച്ച ആൾക്കാരാണിവർ. അത്രയും നാൾ ഡോമിനേറ്റ് ചെയ്ത് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവർ എവിടെയാണ് ഡോമിനേറ്റ് ചെയ്തത്? ദേ ആർ ആക്ച്വലി മറീൻ ഓർഗാനിസം. അവർ കടലിൽ മാത്രം കാണുന്ന ഓർഗാനിസംസ് ആയിരുന്നു ഇവരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഒരു പേര് എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാണാൻ പറ്റില്ല, ഇവർ തന്നെ ട്രൈലോബൈറ്റ്സ് എന്ന് പറയുമ്പോൾ പല മോർഫോളജി, ഏകദേശം ഒരു സിമിലർ ബോഡി പ്ലാൻ ആണെങ്കിലും ഇവർ തന്നെ പല തരത്തിലുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ മെയിൻലി ഞാൻ പറഞ്ഞല്ലോ മറീൻ ഓർഗാനിസംസ് ആണ്. ഇവരൊക്കെ ബോട്ടം ഡ്വെല്ലിങ് ഓർഗാനിസംസ് ആയിരുന്നു. ചില ആൾക്കാർ സെഡിമെൻറ്റ് ഫീഡിങ് ആയിരുന്നെങ്കിൽ ചില ആൾക്കാർ പ്രിഡേഷ്യസ് ആയിരുന്നു. ചില ആൾക്കാർ ഞാൻ അല്ലെങ്കിൽ ഇതുപോലെ സ്കാവെഞ്ചിങ് ആയിട്ടാണ് നടന്നത്. പക്ഷേ ഇവരെല്ലാം മറീൻ ആയിരുന്നുള്ള കാര്യം ഓർക്കുക.
ഇവരുടെ ബോഡി ഷേപ്പ് എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. ദേ ആർ ആക്ച്വലി ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ്. നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും. ഡോർസോ വെള്ളി ഇങ്ങനെ പരത്തി വെച്ചേക്കുന്ന ഒരു ഫ്ലാറ്റൻഡ് ആണ് അവർ ബോഡി എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ടെഗ്മാറ്റ അല്ലെങ്കിൽ 3 സെഗ്മെൻറ്റ്സ്. നമ്മൾ ആർത്രോപോഡയിൽ ബോഡി ഡിവിഷൻ എപ്പോഴും ടെഗ്മാറ്റ എന്നാണ് പറയുന്നത്. ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 പാർട്സ് എന്ന് പറയുന്നേരം 3 ടെഗ്മാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് ഈ പെർട്ടിക്കുലർ ഓർഗാൻസത്തിന് ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ടെഗ്മാറ്റ. ഏതൊക്കെയാണ്? ഹെഡല്ല, ഇറ്റ്സ് സെഫാലോൺ, തൊറാക്സ് ആൻഡ് പിജീഡിയം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആർത്രോപോഡയുടെ ബോഡി പ്ലാൻ എന്താണ്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സെഫലോതൊറാക്സ് ആൻഡ് അബ്ഡമൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൈലോബൈറ്റ്സിൽ ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ടെഗ്മാറ്റ. ഏതൊക്കെയാണ്? ഇറ്റ്സ് സെഫാലോൺ, തൊറാക്സ് ആൻഡ് പിജീഡിയം. ഹെഡിൻ്റെ വേറൊരു പേര് സെഫാലോൺ ആണെന്ന് അറിയാലോ. സോ ഇത് ഹെഡ്, തൊറാക്സ് ആൻഡ് പിജീഡിയം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് ഹെഡ്, തൊറാക്സ് ആൻഡ് പിജീഡിയം ആയിട്ടാണ് ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ് കുറച്ച് സെഗ്മെൻറ്റ്സിൻ്റെ ഫ്യൂഷനാണ്. തൊറാക്സിൽ യു ക്യാൻ സി നന്നായിട്ട് സെഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും. പിജീഡിയത്തിലും യു ക്യാൻ സി എ ഫ്യൂഷൻ ഓഫ് സം സെഗ്മെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ ബോഡിയിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. ആൻഡ് ദ ബോഡി ഹാസ് എ എക്സോസ്കെൽറ്റൻ മെയ്ഡ് അപ്പ് ഓഫ് കാൽസൈറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കൈറ്റിൻ. മെയിൻലി ഇവരുടെ ബോഡിയിൽ എക്സോസ്കെൽറ്റൻ കൈറ്റിൻ കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ ഇൻസെക്ട്സിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ആർത്രോപോഡ്സിൽ നോക്കുമ്പോൾ മിക്കവാറും നമുക്ക് കൈറ്റിനസ് എക്സോസ്കെൽറ്റാണ് കാണുന്നതെങ്കിൽ മിക്കവാറും ഓക്കെ അല്ലാതെയുണ്ട്. എന്നാലും ഇവർക്ക് കൂടുതലും ഉള്ളത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അതാണ് കാൽസൈറ്റ് ആൻഡ് കൈറ്റോസ്കെൽറ്റൻ കൊണ്ടുള്ള എക്സോസ്കെൽറ്റനാണ് ഇവർക്കുള്ളത്. ഇനി ഇവർക്ക് വേറൊരു പ്രത്യേകത, 2 ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ്സ് ഉണ്ട് ഇവരുടെ ബോഡിയിൽ. ഈ കാണുന്ന 2 ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ്സ് ഞാൻ ഈ പടത്തിലും കാണിക്കാം. ദേ ഹാവ് ഗോട്ട് 2 ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ്സ്. ആ ഗ്രൂവ് കുഴി ഇവിടെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദീസ് 2 ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ് ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ലോബ്. 3 ലോബായിട്ട് ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടല്ലോ, 2 ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ് ഉള്ളതുകൊണ്ട് ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ലോബ്. അതുകൊണ്ടാണ് ഇവരെ ട്രൈലോബൈറ്റ എന്ന് വിളിക്കുന്നത്. എന്താ? ട്രൈലോബ് ഉള്ളതുകൊണ്ട്, 3 ലോബ് ഉള്ളതുകൊണ്ട് ട്രൈലോബൈറ്റ അല്ലെങ്കിൽ ട്രൈലോബൈറ്റോമോർഫ അല്ലെങ്കിൽ ട്രൈലോബൈറ്റാമോർഫ എന്നും വിളിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പഠിച്ചു ഇവരുടെ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ടെഗ്മാറ്റ, സെഫലോൺ, തൊറാക്സ് ആൻഡ് പിജീഡിയം. ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂവ്സിൻ്റെ പ്രസൻസ് കാരണം ഇവരുടെ ബോഡിയിൽ 3 ലോബായിട്ട് തിരിച്ചേക്കാണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് ലോബ്? ഒരു മീഡിയൻ നടുക്കുള്ള ഒരു ആക്സിയൽ ലോബ്, ലെഫ്റ്റിലും റൈറ്റ് സൈഡിലുള്ള പ്ലൂറൽ ലോബ്. സോ because of the presence of 2 longitudinal grooves, the body of trilobites is divided into 3 lobes, hence the name trilobites. And ഏതൊക്കെയാണ് 3 ലോബുകൾ? ആക്സിയൽ ലോബ്, മീഡിയൻ ആയിട്ടുള്ള മിഡിലുള്ള ആക്സിയൽ ലോബ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്ലൂറൽ ലോബ്. പിന്നെ ട്രൈലോബൈറ്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും ആദ്യം കളർ വിഷൻ നമുക്ക് കാണപ്പെടുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്, ഇവോൾവ് ചെയ്തത് ട്രൈലോബൈറ്റ്സിലാണ്. അപ്പോൾ ഇതിനു മുന്നേയുള്ള ആനിമൽസിനൊന്നും എന്തുണ്ടായിരുന്നില്ല? കളർ വിഷൻ ഉണ്ടായിരുന്നില്ല. ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും ആദ്യം കളർ വിഷൻ വരുന്നത് ട്രൈലോബൈറ്റ്സിലാണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത, ഇവരുടെ ലെൻസ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇവരുടെ അപ്പൻഡേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അപ്പൻഡേജസ് ബൈറാമസ് ആണ്. എന്താണ് ബൈറാമസ്? അപ്പൻഡേജസിന് 2 ബ്രാഞ്ചസ് ഇതുപോലെ ഉണ്ടെങ്കിൽ, നമ്മൾ പ്രോണിലൊക്കെ കാണുന്ന ഇതിൽ 2 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈറാമസ് അപ്പൻഡേജ് എന്ന് വിളിക്കും. നൗ ദേർ ആർ അപ്പൻഡേജസ് ലൈക്ക് ഹാവിങ് ഓൺലി 1 ബ്രാഞ്ച്. ഇതുപോലെ ഇങ്ങനെ പോകുന്ന അപ്പൻഡേജസ് ഉണ്ട്, ജോയിൻറ്റ് അപ്പൻഡേജസ്. ഇത് യൂണിറാമസ് ആണ്. ഇങ്ങനെ 2 എണ്ണം ഉണ്ടെങ്കിൽ, 2 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? നമ്മൾ അതിനെ വിളിക്കും, അത് 2 പോഡോമിയസ്, ഇതുപോലത്തെ പോഡോമിയസിൽ 2 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ബൈറാമസ് അപ്പൻഡേജസ്. നൗ ദീസ് ഓർഗാനിസംസ് ആർ ഹാവിങ് ബൈറാമസ് അപ്പൻഡേജസ്. അതൊന്ന് ഓർത്തിരിക്കുക, ക്ലാസിഫിക്കേഷൻ എപ്പോഴും ഓർക്കണം. കാരണം നമ്മളിനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ചിലർക്ക് യൂണിറാമസ് ആയിരിക്കും. അപ്പോൾ ട്രൈലോബൈറ്റയ്ക്ക് ബൈറാമസ് ആയിരുന്നു എന്നുള്ള പോയിൻ്റ് ഓർക്കുക. പിന്നെ ഇവർക്ക് ഒരു ജെ ഷേപ്ഡ് ആലിമെൻ്ററി കനാലാണ്. ഇവരുടെ ആലിമെൻ്ററി കനാലിന് ഒരു ജെ ഷേപ്ഡ് ആണെന്ന് ഓർത്തേക്കുക. ഒരു വളഞ്ഞ ഷേപ്പിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആലിമെൻ്ററി കനാൽ ജെ ഷേപ്ഡ് ആണ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ഇവർക്ക് സെക്സസ്. ഹൗ അബൌട്ട് ദി സെക്സ്? നോ, മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ഉണ്ട്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ദാറ്റ്സ് എ മെയിൽ ഇൻഡിവിജ്വൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽ. ബട്ട് ആണിനെയും പെണ്ണിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതായത് എന്താണ്? സെക്ഷുവൽ ഡൈമോർഫിസം അവർക്കില്ല. സോ ദേ ആർ ഗോണോകോറിക്, മീൻസ് separate male and separate female organisms are present but without any sexual dimorphism. ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇവരുടെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ് വിത്ത് ലാവൽ ഫോംസ്. ഏതൊക്കെയാണ്? 3 ലാവൽ സ്റ്റേജസ് ആണുള്ളത്: പ്രോടാപ്സിസ്, മീറാപ്സിസ് ആൻഡ് ഹോളാപ്സിസ്. പ്രോടാപ്സിസ്, മീറാപ്സിസ് ആൻഡ് ഹോളാപ്സിസ്. ഇന്നത്തെ നിങ്ങൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, എക്സ്റ്റെൻ്റ് ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഈ കേംബ്രിയൻ ടു ഓർഡോവിസിയൻ പീരീഡിലാണ് ഉണ്ടായിരുന്നതെന്ന് ഓർക്കുക. ഇവർ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടും എങ്ങനെ എക്സ്റ്റെൻഡ് ആയെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. ഈ പറയുന്ന എവല്യൂഷൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മാസ് എക്സ്റ്റൻഷൻ കാണാം. അപ്പോൾ ഡൈനോസേഴ്സ് എക്സ്റ്റെൻഡ് ആയതൊരു മാസ് എക്സ്റ്റൻഷനാണ്. അതുപോലെ പെർമിയൻ എന്ന് പറയുന്ന പീരീഡ് ഉണ്ട്. ആ പീരീഡിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു മാസ് എക്സ്റ്റൻഷൻ നടന്നു. ഏകദേശം ലാൻഡിലുള്ള 70% ഓർഗാനിസംസ് വെച്ചാൽ ഇവൻ പ്ലാന്റ്സ് വരെ നശിച്ചു പോയി. കടലിലുള്ള ഒരുപാട് 90% നശിച്ചു പോയി. അവയിൽ ഈ പറയുന്ന ട്രൈലോബൈറ്റ്സ് മൊത്തമായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു മാസ് എക്സ്റ്റൻഷനിലാണ് ഇവർ നശിച്ചു പോയത്. അങ്ങനെ ഒരു മാസ് എക്സ്റ്റൻഷന് പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ മൂലമുണ്ടായ ക്ലൈമാറ്റിക് ചേഞ്ചസും ഓസോൺ ഡിപ്ലീഷനും ഒക്കെയാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബിൽ പലതായിട്ട്. എനിവേസ് ഇങ്ങനൊരു മാസ് എക്സ്റ്റൻഷനിൽ പോയതാണ് ഇവർ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രൈലോബൈറ്റ്സ് ഇന്നില്ല. ബട്ട് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു ഓർഗാനിസമാണ്, ആദ്യം ഉണ്ടായ ആർത്രോപോഡ്സ് ആണ്. ഹൈലി ഇവോൾവ്ഡ് ആയിരുന്നു, ഹൈലി ഡോമിനേറ്റ് ചെയ്തു. 270 മില്യൺ ഇയേഴ്സ് ഡോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുക. ദേ വെർ റിയലി സക്സസ്ഫുൾ. ഒരുപാട് പേരുണ്ടായിരുന്നു, ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ അവർ എക്സ്റ്റെൻഡ് ആയി പോയി. ഡോർസോവെൻട്രൽ ഫ്ലാറ്റൻഡ് ബോഡി ആയിരുന്നു. കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടായ എക്സോസ്കെൽറ്റൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് കളേർഡ് വിഷൻ ഉണ്ടായിരുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഹൗ ദ ബോഡി ഈസ് ഡിവൈഡഡ്. ദ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ടെഗ്മാറ്റ എന്നുള്ള കാര്യം, സെഫലോൺ, തൊറാക്സ് ആൻഡ് പിജീഡിയം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പോയിന്റിൽ ഓർക്കേണ്ടതാണ് അവർക്ക് ബൈറാമസ് അപ്പൻഡേജസ് ഉണ്ടെന്നും, പിന്നെ ഓർക്കേണ്ടതാണ് അവർ എലിമെൻ്ററി കനാൽ ജെ ഷേപ്ഡ് ആണെന്നും. അല്ലാതെ ഇവർക്ക് എന്തുകൊണ്ട് ഈ പേരുണ്ടായി? ഇവർക്ക് ഈ പേരുണ്ടാകാൻ കാര്യം 2 ഡോർസൽ ഗ്രൂവ് ഉള്ളത് കൊണ്ട്, ഇവരുടെ ബോഡി ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ്സ് ഉള്ളത് കൊണ്ട് ഇവരുടെ ബോഡി ഈസ് ഡിവൈഡ് ടു 3 ലോബ്. അങ്ങനെയാണ് ഈ പേരുണ്ടായിരുന്നുള്ള ഓർക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ബോട്ടണി സ്റ്റുഡൻസ്, MG യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ഡാൽമാനിറ്റസ് എന്ന് പറയുന്ന എക്സാമ്പിളാണ്. ഡാൽമാനിറ്റസ്. നൗ ദിസ് ഡാൽമാനിറ്റസ് ഇസ് എ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രൈലോബൈറ്റ് തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ട്രൈലോബൈറ്റ്സിൻ്റെ ഒക്കെ ഷേപ്പ് എങ്ങനെ വ്യത്യാസം നോക്കിയേ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന സെഫാലോണിൻ്റെ ഷേപ്പ് പലർക്കും പലതാണ്. തൊറാക്സിലുള്ള സെഗ്മെൻറ്റ്സിൻ്റെ നമ്പർ പലർക്കും പലതാണ്. പിന്നെ ഈ പിജീഡിയത്തിൽ കാണുന്ന പോയിൻറ്റ്സ്, ചില ആൾക്കാർക്ക് സ്പൈൻ സ്ട്രക്ചർ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഒട്ടും സ്പൈനസ് ഉണ്ടാവില്ല. പിജീഡിയം ഭയങ്കരമായിട്ട് ചെറിയ റൗണ്ട് ആയിരിക്കും. സോ ഇങ്ങനത്തെ വ്യത്യാസങ്ങളാണ് ഈ ഓർഗാനിസത്തിന് മെയിനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡാൽമാനിറ്റസ് എന്താണ്? ഈ ഡാൽമാനിറ്റസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് പ്രോമിനൻ്റ് ആയിട്ട് 2 കോമ്പൗണ്ട് ഐസ് ഉണ്ടായിരുന്നു. ഇത് ഫോസിലാണ് കേട്ടോ. പ്രോമിനൻ്റ് കോമ്പൗണ്ട് ഐസ് നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ശരിക്കും പറഞ്ഞാൽ ഷാലോ മറൈൻ എൻവയോൺമെൻറ്റിൽ ജീവിച്ചിരുന്നവരാണ്. ദേ വെർ ആക്ച്വലി സ്കാവഞ്ചേഴ്സ് ആൻഡ് ദർ സൈസ് വാസ് ലൈക്ക് 4 to 7 centimeters. ദേ വെർ സ്മോൾ ട്രൈലോബൈറ്റ്സ്. അത്ര ഭയങ്കര വലിയ ട്രൈലോബൈറ്റ്സ് ആയിരുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ 4 to 7 centimeter നീളമുള്ള ട്രൈലോബൈറ്റ്സ് ആയിരുന്നു. ആൻഡ് ഓർക്കേണ്ട കാര്യം ഇവരുടെ സെഫാലോൺ എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ഷേപ്പായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സെമി സർക്കുലർ ഷേപ്പായിരുന്നു. ഓക്കെ. ആൻഡ് ഇവരുടെ തൊറാക്സിൽ 11 സെഗ്മെൻറ്റ്സ് ആണ് ഇവരുടെ തൊറാക്സിലുള്ളത്. പിന്നെ ഇവരുടെ പിജീഡിയത്തിൽ ഒരു പോയിൻറ്റഡ് ടെയിൽ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുമായിരുന്നു. ഒരു പോയിൻറ്റഡ് ടെയിൽ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്? 2 കോമ്പൗണ്ട് ഐസ് ഉണ്ടായിരുന്നു. ഇവരുടെ സെഫാലോൺ സെമി സർക്കുലർ ആയിരുന്നു. ഇവർക്ക് തൊറാക്സിൽ ഒരു 11 സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ
ഈ പറയുന്ന പിജിഡിയത്തിലൊരു പോയിൻ്റ് ടെയിൽ ലൈക്ക് സ്ട്രക്ചർ, ടെയിൽ ലൈക്ക് സ്പൈൻ ഉണ്ടായിരുന്നു. ആൻഡ് ദേവർ ആക്ച്വലി ഓഡോവിസിൻ ആൻഡ് സിലൂറിയം പീരീഡിൽ ഹൈലി അഡാപ്റ്റഡ് ആയിട്ട് ജീവിച്ചിരുന്നവരാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. സോ എക്സാമ്പിളിനെ കുറിച്ചൊരു 5 പോയിൻറ്റ്സ് പഠിച്ചിരിക്കാം. സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിലൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. താങ്ക് യു.